ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കണത്. കാലത്തായിട്ട് എന്താ കറി വയ്ക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് മത്തയുടെ ഇല തോരൻ വയ്ക്കാന്ന് വെച്ചാൽ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം മത്തല. അപ്പോൾ അവൾ കുറേ ദിവസം നാളായി പറയണം അമ്മ മത്തല പറിച്ച് തോരൻ വയ്ക്കുന്നു. അപ്പോൾ അതാവാന്ന് വിചാരിച്ചിട്ട് മത്തല പറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നിറയെ മത്തങ്ങ ഉണ്ടായി കിടക്കണം, കുറേ എണ്ണം. ഞങ്ങളൊരു 3-4 മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയില്ല, നിറയെ തുരുതുരുന്നതിനെ മത്തങ്ങ ഉണ്ടായി കിടക്കുക. ഒരുപാട് വലിയ മത്തങ്ങയല്ല, ചെറിയ മത്തങ്ങയാണ്. ഒരു 2 കറിക്കൊക്കെ ഉണ്ടാവുള്ളൂ ഒരു മത്തങ്ങ. അപ്പോൾ അതിൽ മൂത്ത മത്തങ്ങ നോക്കി, മൂത്ത് പഴുത്ത ഒരു 5-6 നോക്കി ഞാൻ പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മത്തല അരിയാൻ പോകുമ്പോൾ ദേ അവിടെ പഴുത്ത് കിടക്കണം. അപ്പോൾ അതും പറിച്ചെടുത്തു. അങ്ങനെ ഒരു 5-6 മത്തങ്ങ പറിച്ചെടുത്ത് അപ്പുറത്തെ വീട്ടുകൾക്കും കൂട്ടുകാരിക്കൊക്കെ കൊടുത്തു. ഒരു 6 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മത്തയുടെ ഇല ഞാൻ പറിച്ചെടുത്ത് അത് നന്നായി അവിടെ പൈപ്പിൽ തന്നെ നന്നായി കഴുകി. കാരണം മഴ പെയ്യുന്ന സമയമായി, കാരണം മണ്ണുണ്ട് അല്ലേ. അപ്പം നന്നായി ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ കടുക് പൊട്ടിക്കുക, സബോള, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റുക, മഞ്ഞൾപ്പൊടി ഇടുക, ഇല ഇട്ട് കൊടുക്കുക. ഇല ഒന്ന് വാടി വരുമ്പോഴേക്കും തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കുക. ഞാൻ തുറന്ന് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും. അത് തന്നെ തുറന്ന് വെച്ച് വേവിച്ചത്. അത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കാൻ എടുത്തപ്പോഴാണ് ആ കഥ പറഞ്ഞത് ഉപ്പിട്ടുണ്ടായില്ല. അപ്പോൾ വേഗം എടുത്ത് ഇത്തിരി ഉപ്പിട്ടു. ആ വീഡിയോ എടുത്തിട്ടില്ല. ഉപ്പില്ലാത്ത കറിയാണ് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കണത്. അത് കഴിഞ്ഞ് മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങിച്ചു. മീൻ വറ്റിച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ ഇട്ട് ഉലുവ പൊട്ടിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുടപ്പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊഴിക്കുക. അത് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക, മീനിടുക, അത് വറ്റി വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാലത്തെ ഫുഡ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.